ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 സ്റ്റിൽ വി അറൈസ് എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ലെസണായ വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു സ്പീച്ചാണ്, ഒരു പ്രസംഗമാണല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മേലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. യു ആർ പാർട്ട് ഓഫ് ഡിഫറെൻറ്റ് ഫാമിലീസ്, സൊസൈറ്റീസ്, കമ്മ്യൂണിറ്റീസ് എക്സെട്ര. സംടൈംസ് യു ഹാവ് ടു ഫേസ് മെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. Who will help you in such situation? In Cinderella's life, a fairy helped her to change her fortune. But in real life, can we expect such fairies to help us? അപ്പോൾ എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നും ഒക്കെ വരുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിൻഡ്രല്ലയുടെ ലൈഫിൽ ആരാണ് അവളുടെ ഈ വിധിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഒരു ഫെയറി വന്നു. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനത്തെ വല്ല ഫെയറിയും വരുമോ എന്നാണ് ചോദിക്കുന്നത്. There are some people in our society who raised their voice of their rights and also bringing about positive changes in the society. അപ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവർ നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സൗണ്ട് ഉയർത്തുകയും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, മലാല യൂസഫ്സായ് ഈസ് വൺ അമംഗ് ദം. അപ്പോൾ എന്താണ്, അവരിൽ ഒരാളാണ് ആര്? നമ്മുടെ മലാല യൂസഫ്സായ്. ഓക്കെ, ഷീ ഈസ് ദ ഗേൾ ഹു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സഫർ ഫോർ ദാറ്റ്. എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി നിന്നിട്ട് അതിന് വേണ്ടി ആ അവകാശത്തിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ആര്? മലാല യൂസഫ്സായ്. ലെറ്റ്സ് റീഡ് ദ സ്പീച്ച് ഓഫ് മലാല വിച്ച് ഷീ ഡെലിവേർഡ് അറ്റ് ദ UN ജനറൽ അസംബ്ലി. അപ്പോൾ എന്താണ്, താഴെ നമുക്കൊരു സ്പീച്ച് നോക്കാം. മലാല പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മലാലയുടെ സ്പീച്ചാണ് നമ്മുടെ ലെസൺ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എന്താണ്, ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെന്ന്, ഒരു ബുക്ക് എന്നിവയ്ക്ക് ലോകത്തെ തന്നെ മാറ്റാൻ പറ്റും. ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡിങ്. ഇനി നമുക്ക് സ്പീച്ചിലേക്ക് കടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ, റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, ആദ്യം ഉള്ളവരൊക്കെ എന്താണ് റെസ്പെക്റ്റ് ചെയ്തിട്ട് പറയണം. അവരൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. എൽഡേഴ്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടന്റിലേക്ക് കടക്കാം. ടുഡേ ഇറ്റ് ഈസ് എൻ ഹോണർ ഫോർ മീ ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. ബീയിങ് ഹിയർ വിത്ത് സച്ച് ഹോണറബിൾ പീപ്പിൾ ഈസ് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ എന്താണ്, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളരെ നല്ലൊരു മുഹൂർത്തമാണ്. ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. അപ്പോൾ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ സ്പീച്ച് തുടങ്ങേണ്ടത് എന്ന്. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്ടിങ് മീ ടു സേ. അപ്പോൾ എനിക്കറിയില്ല ജനങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. But first of all, thank you God for whom we all are equal, and thank you to every person who has prayed for my fast recovery and a new life. എന്താണ്, അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. മാത്രമല്ല പിന്നെ എൻ്റെ പെട്ടെന്ന് മാറാനായിട്ട് പ്രാർത്ഥിച്ച മനുഷ്യന്മാരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. അപ്പോൾ എന്താണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയും അധികം സ്നേഹമാണ് ജനങ്ങൾ എനിക്ക് തന്നത്. ഐ ഹാവ് റിസീവ്ഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷ് കാർഡ് ആൻഡ് ഗിഫ്റ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ എന്താണ്, എനിക്ക് ഒരു 1000കണക്കിന് വിഷ് കാർഡും അതുപോലെ തന്നെ ഗിഫ്റ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരു 1000കണക്കിന് ഗിഫ്റ്റ് കാർഡും അതുപോലെ തന്നെ വിഷ് കാർഡും ഒക്കെ എനിക്ക് കിട്ടി. താങ്ക് യു ടു ഓൾ ഓഫ് ദം. അപ്പോൾ ആ കാർഡ് അയച്ചവരോടൊക്കെ മലാല നന്ദി പറയുകയാണ്. താങ്ക് യു ടു ദ ചിൽഡ്രൻ ഹൂസ് ഇന്നസെൻറ്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ കത്തയച്ചതിൽ കുട്ടികളുമുണ്ട്. കുട്ടികൾ എന്താണ്,
ആ കുട്ടികളുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള വേർഡ്സാണ് എന്നെ എൻകറേജ് ചെയ്തത്. താങ്ക് യു ടു മൈ എൽഡേഴ്സ് ഹൂ പ്രയേഴ്സ് സ്ട്രെങ്തേൺഡ് മീ. പിന്നെന്താണ്, എൽഡേഴ്സിനോട് നന്ദി പറയാണ്, അവരുടെ പ്രാർത്ഥനയാണ് എന്നെ ഇത്ര സ്ട്രെങ്തൻ ചെയ്തത് എന്നും മലയാള പറയാണ്. ഓക്കെ, ദെൻ ഇനി എന്താണെന്ന് നോക്കി നോക്കാം. Dear brothers and sisters, do remember one thing. Malala Day is not my day. Today is the day of every woman, every boy and every girl who have raised their voice for their rights. അപ്പോൾ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും വിളിച്ചിട്ട് പറയാണ്, നിങ്ങളൊരു കാര്യം ഓർക്കണം, മലാല ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ദിവസമല്ല, അതെന്ന് പറഞ്ഞാൽ ടുഡേ ഈസ് ദ ഡേ ഓഫ് എവ്രി വുമൺ, എല്ലാ വുമൻ്റെയും, അതുപോലെ തന്നെ എല്ലാ ബോയുടെയും എല്ലാ ഗേളുടെയും. എങ്ങനത്തെ ബോയുടെയും ഗേളുടെയാണ്? ഹു ഹാവ് raised their voice for their rights. അവരുടെ റൈറ്റ്സിന് വേണ്ടി വോയിസ് ഉയർത്തിയ എല്ലാവരുടെയും ഡേ ആണ് മലാല ഡേ എന്ന് പറയുന്നത്. ഓക്കെ, there are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve their goals of education, peace and equality. ഇതുപോലെ എഡ്യൂക്കേഷൻ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു 100 കണക്കിന് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഇവിടെയുണ്ട്. thousands of peoples have been killed by the terrorists and millions have been injured. ഇതിൽ തന്നെ 1000 കണക്കിന് ആൾക്കാർ ടെററിസ്റ്റ് കൊല്ലുകയും അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഐ ആം ജസ്റ്റ് വൺ എമംഗ് ദം. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. ഞാൻ അതിൽ ഒരാൾ മാത്രമാണ്. Dear sisters and brothers, we realize the importance of light when we see darkness. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ വെളിച്ചത്തിൻ്റെ ഇമ്പോർട്ടൻസ്, വെളിച്ചം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഇരുട്ടുള്ള സമയത്താണ്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മൾ നമ്മുടെ വോയിസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സൈലൻറ്റിലായിട്ടിരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കാണ്ടിരിക്കുമ്പോഴാണ്. ഓക്കെ, in the same way, when we were in Swat, the north of Pakistan, we realized the importance of pens and books when we saw the guns. അപ്പോൾ ഇതുപോലെ പെന്നും ബുക്കും, ഇതുപോലെ പാകിസ്ഥാൻ നോർത്തിൽ നമ്മൾ ഗണ്ണ് കാണുമ്പോഴാണ് പെന്നിൻ്റെയും ബുക്കിൻ്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. The voice saying the pen is mightier than the sword was true. The extremists are afraid of books and pens. The power of education frightens them. They are afraid of women. The power of the voice of women frightens them. ഒരു സേയിങ് ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ വാളിനേക്കാൾ മൂർച്ചമുള്ളതാണ് പെന്ന് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ എക്സ്ട്രീമിസ്റ്റൊക്കെ ആ ഒരു ബുക്കിനെയും പെന്നിനെയും പേടിക്കുന്നു. അതുപോലെ തന്നെ വിമൻ്റെ വോയിസിനും അവർക്ക് പേടിയാണ്, അതും അവർ പേടിക്കുന്നുണ്ട്. Honorable Secretary General, peace is necessary for education. In many parts of the world, terrorist wars and conflicts stop children from going to school. പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? പീസ്, സമാധാനമാണ് എന്ന് ഹോണറബിൾ സെക്രട്ടറി ജനറലിനോട് മലാല പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാഴ്സും ടെററിസും ഒക്കെ നടക്കുമ്പോൾ കുറേ പേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വി ആർ റിയലി ടയേർഡ് ഓഫ് ദീസ് വാൾസ്. അപ്പോൾ ഈ വാഴ്സൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നല്ല ടയേർഡാണ്. വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേയ്സ്. അപ്പോൾ വിമനും ചിൽഡ്രനും ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് വേകളിൽ ഇവർ സഫർ ചെയ്യുന്നുണ്ട്. വിമനും അതുപോലെ തന്നെ ചിൽഡ്രനും. മെനി ഇന്നസെൻറ്റ് ആൻഡ് പുവർ ചിൽഡ്രൻസ് ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ദ ഏർലി ഏജ്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ചൈൽഡ് ലേബർ, ബാലവേല ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളിൽ ചെറിയ ഏജിൽ തന്നെ കല്യാണം കഴിച്ചു പോകുന്നുമുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പോവർട്ടി, ഇഗ്നോറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം and the deprivation of basic rights are the main problems faced by both men and women. അപ്പോൾ മെന്നും വിമനും കൂടി ബോത്ത് ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് എന്തൊക്കെ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പോവർട്ടി, ഇഗ്നോറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം ആൻഡ് ഡിപ്രിവേഷൻ. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Dear fellows, today I'm focusing on women rights and girls education because they are suffering the most. അപ്പോൾ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വിമൻ റൈറ്റ്സും അതുപോലെ തന്നെ ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അവരാണ്. Okay, there was a time when women social activists asked men to stand up for their rights. അപ്പോൾ എന്താണ്, ഇവിടെ ഈ ലോകത്ത് ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വിമൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഈ മെന്നിനോട് ചോദിക്കുമായിരുന്നു തൻ്റെ റൈറ്റ്സിന് വേണ്ടി ചോദിക്കാൻ, തൻ്റെ കൂടെ നിൽക്കാൻ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്, ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽഫ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് തന്നെ ചോദിക്കാൻ പറ്റും. ഓക്കെ, I'm not telling men to step away from speaking for women's rights. Rather, I'm focusing on women to be independent, to fund for themselves. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, മെന്നിനോട് വുമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നതല്ല, മറിച്ച് വിമന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമാണ്. വി കോൾ അപ്പോൺ ദ world leaders that all the peace deals must protect women and children. A deal that goes against the dignity of women and their rights is unacceptable. We call upon all governments to ensure free compulsory education for every child all over the world. അപ്പോൾ എന്താണ്, അപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമാണ്. എല്ലാ ലീഡേഴ്സും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടു എൻഷുർ ഫ്രീ കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഈ വേൾഡിലുള്ള എല്ലാ ചിൽഡ്രനും എന്താണ്, ഫ്രീ കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കുക. We call upon all government to fight against terrorism and violence to protect children from brutality and harm. അപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് ബ്രൂട്ടാലിറ്റിയും അതുപോലെ തന്നെ ഹാർമും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യണം, ടെററിസത്തിനോടും അതുപോലെ തന്നെ വയലൻസ് ഉണ്ടാക്കുന്നവരോടും എന്ത് ചെയ്യണം, പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. We call upon the developed nations to support the expansion of education opportunities for girls in the developing world. We call upon all communities to be tolerant, to reject the prejudices based on caste, creed, religion or gender, to ensure freedom and equality for women so they can flourish. We cannot all succeed when half of us are held back. അപ്പോൾ എന്താണ്, നമുക്ക് ഇവരോട് ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലാല ചോദിക്കുകയാണ്. എന്താണ്, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിന് എഡ്യൂക്കേഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് പറയാണ്. അതുപോലെ തന്നെ ഈ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ജെൻഡർ എന്നിവരുമായി ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഒന്നും വേണ്ട എന്നൊക്കെ മലാല പറയാണ്. ഓക്കെ, വി കോൾ അപ്പോൺ അവർ സിസ്റ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ് ടു ബി ബ്രേവ്, ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽവ്സ് and realize their full potential. അപ്പോൾ എന്താണ്, ലോകത്തുള്ള എല്ലാ സിസ്റ്റേഴ്സിനും വിളിച്ചിട്ട് പറയാണ് എന്ത്, അവർ ബ്രേവാണ്, മാത്രമല്ല അവരുടെ ഉള്ളിലൊരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യലും എന്തിനും നേരിടാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടെന്ന് മലാല അവരോട് പറയുകയാണ്. Then, dear brothers and sisters, we want school and education for every child's bright future. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് വേണം, സ്കൂളും വേണം, എഡ്യൂക്കേഷനും വേണം. നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് സ്കൂളും എഡ്യൂക്കേഷനും എന്തായാലും വേണം. We will continue our journey to our destination of peace and education for everyone. അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണി തുടരുക തന്നെ ചെയ്യും. ഇതുവരെ എല്ലാ ചിൽഡ്രനും എഡ്യൂക്കേഷനും അതുപോലെ സമാധാനവും കിട്ടുന്ന വരെ നമ്മൾ ഈ ജേർണി തുടരും. No one can stop us. അപ്പോൾ ആർക്കും തന്നെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. We will speak for our rights and we will bring changes ത്രൂ അവർ വോയിസ്. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ അവകാശങ്ങളെ പറ്റി ചോദിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വി വിൽ ബ്രിങ് ചേഞ്ച് ത്രൂ അവർ വോയിസ്. നമ്മുടെ സൗണ്ടിലൂടെ എന്തുണ്ടാക്കും, നമ്മളിവിടെ ഒരു മാറ്റം ഉണ്ടാക്കും. വി മസ്റ്റ് ബിലീവ് ഇൻ ദ പവർ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്. അപ്പോൾ നമ്മുടെ വേർഡിൻ്റെ സ്ട്രെങ്ത്തും പവറും നമ്മൾ മനസ്സിലാക്കണം. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ വേൾഡിനെ തന്നെ മാറ്റാൻ നമ്മുടെ വേർഡ്സിന് സാധിക്കും.
because we are all together united for the cause of education. കാരണം എന്താണ്, നമ്മളെല്ലാവരും ഒന്നാണ്, എഡ്യൂക്കേഷൻ എന്നതിന് വേണ്ടി നമ്മൾ യുണൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. എന്താണ്, if we want to achieve our goal, നമ്മുടെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോളജ് എന്ന വെപ്പൺ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ ഒത്തൊരുമയിൽ നിൽക്കണം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം പോവർട്ടി, ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നറൻസ്. അപ്പോൾ നമ്മൾ മറക്കാൻ പാടാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്, ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ പോവർട്ടി അതുപോലെ തന്നെ ഇൻജസ്റ്റിസ് ഇഗ്നോറൻസിലൊക്കെ സഫർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് ചിൽഡ്രൻസ് ആർ ഔട്ട് ഓഫ് സ്കൂൾസ്. അപ്പോൾ എന്താണ്, നമ്മൾ മറക്കാൻ പാടാത്ത ഒരു കാര്യമുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ എ ബ്രൈറ്റ് പീസ്ഫുൾ ഫ്യൂച്ചർ. മാത്രമല്ല നമ്മുടെ സ്വന്തം ബ്രദേഴ്സും സിസ്റ്റേഴ്സും എന്താണ്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സോ ലെറ്റ് us wage a global struggle against illiteracy, poverty and terrorism and let us pick up our books and pen. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കൊരു ഗ്ലോബൽ സ്ട്രഗിൾ തന്നെ, ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്ലോബൽ സ്ട്രഗിൾ തന്നെ നമുക്ക് നടത്താം. എന്തിനെതിരെയാണ്, ഇല്ലിട്രസി, പോവർട്ടി ആൻഡ് ടെററിസം. ഈ കാര്യത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു സ്ട്രഗിൾ തന്നെ നടത്താം. ആൻഡ് ലെറ്റ് us pick up our books and pen. നമുക്ക് നമ്മുടെ ബുക്കും പെന്നും കയ്യിലെടുക്കാം. ദേ ആർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. ബുക്കും പെന്നുമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ്, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എന്നിട്ട് പറയാണ്, ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെന്ന്, ഒരു ബുക്ക് എന്നിവയ്ക്ക് ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ, എഡ്യൂക്കേഷൻ ഫസ്റ്റ്. അപ്പോൾ എഡ്യൂക്കേഷനാണ് ഇതിനുള്ള ആകെ കൂടിയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. ആദ്യം എഡ്യൂക്കേഷൻ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ആ സ്പീച്ച് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.